Good morning, my dear children. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 2-ൽ നിന്നും, അതായത് കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യപേപ്പറിലെ ചോദ്യവും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം 1 മാർക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. First question, showing only the essential features and hiding complexities from outside the world refers to dash. അതായത് എസെൻഷ്യൽ ഡീറ്റെയിൽസ് മാത്രം ഡിസ്പ്ലേ ചെയ്യുകയും കോംപ്ലക്സിറ്റീസ് ഹൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഫീച്ചർ എന്താണ്, ആ ആശയം എന്താണ്? അതിന്റെ പേര് നമുക്കറിയാം, ഡേറ്റ അബ്സ്ട്രാക്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫോൾട്ട് ആക്സസ് സ്പെസിഫയർ ഈസ് ഡാഷ്. ഈ ചാപ്റ്ററിൽ നമ്മൾ 3 ആക്സസ് സ്പെസിഫയർ പഠിച്ചിട്ടുണ്ട്. പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്. ഈ 3-ൽ ഏതാണ് ഡീഫോൾട്ട് ആയിട്ടുള്ളത്? ആൻസർ ഏതാണ്? പ്രൈവറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, അതും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ എബിലിറ്റി ഓഫ് ഡേറ്റ ടു ബി പ്രോസസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫോം ഈസ് കോൾഡ് ഡാഷ്. അതായത് ഡേറ്റയെ നമുക്ക് പല രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കഴിവ്, അതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോളിമോർഫിസം. ഓക്കെ, ഇതൊക്കെ 1 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് 2 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് പോളിമോർഫിസം? ഗിവ് ആൻ എക്സാമ്പിൾ. എന്താണ് പോളിമോർഫിസം? അതിന് എക്സാമ്പിൾ എഴുതുക. നമുക്കറിയാം, പോളി മീൻസ് മെനി, മോർ മീൻസ് ഷെയ്ഡ്. സോ പോളിമോർഫിസം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി എബിലിറ്റി ടു എക്സ്പ്രസ് ഡിഫറെന്റ് ഫോംസ്. അതായത് പോളിമോർഫിസം എന്ന് പറയുന്നത് പല രീതിയിൽ ആക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. Polymorphism is the ability of a programming language to process objects differently depending on their data types or class or number of arguments. അതായത് ഓരോ ഒബ്ജക്റ്റുകളെയും അവയുടെ ഡേറ്റ ടൈപ്സിനെയോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിനെയോ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റ് തന്നെ പല രീതിയിൽ ആക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഏരിയ ഓഫ് ഡിഫറെന്റ് ഷേപ്പ്. ഡിഫറെന്റ് ഷേപ്പ് കാണുന്ന ഒരു ഏരിയ ഫംഗ്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഏരിയ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ഏരിയ ഫംഗ്ഷനിൽ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ ഏരിയ ഫംഗ്ഷൻ 2 ആർഗ്യുമെന്റ് കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷന്റെ നെയിം എന്ത് തന്നെയാണ്? ഏരിയ. 2 ഫംഗ്ഷന്റെ പേരും സെയിം തന്നെയാണ്, പക്ഷെ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിന് അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം ഏരിയ എന്നുള്ള ഫംഗ്ഷനിലേക്ക് നമ്മൾ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതിന്റെ ഷേപ്പ് കിട്ടും? സ്ക്വയർ ഷേപ്പിന്റെ ഏരിയ കിട്ടും. 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെക്ടാംഗിൾ ഷേപ്പിന്റെ ഏരിയ കിട്ടും. അപ്പൊ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ തന്നെ 2 രീതിയിൽ വർക്ക് ചെയ്തു. സ്ക്വയറിന്റെ ഏരിയ കാണാനും ഏരിയ ഫംഗ്ഷൻ ഉപയോഗിച്ചു, റെക്ടാംഗിളിന്റെ ഏരിയ കാണാനും ഏരിയ ഫംഗ്ഷൻ ഉപയോഗിച്ചു. അവിടെ എന്ത് മാത്രം നമ്മൾ വ്യത്യാസപ്പെടുത്തി? നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിന് മാത്രമാണ് അവിടെ വ്യത്യാസം വന്നത്. അപ്പൊ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിന് വ്യത്യാസം വരാം, അതുപോലെ ആർഗ്യുമെന്റ്സിന്റെ ടൈപ്പിനും വ്യത്യാസം വരുത്തി നമുക്ക് ഒരേ ഫംഗ്ഷൻ തന്നെ പല രീതിയിൽ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കഴിവിനെയാണ് പോളിമോർഫിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഇവ തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗും ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്സ്, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഇമ്പോർട്ടൻസ് ആർക്കാണ്? ഗിവൺ ടു പ്രൊസീജിയർ. ബട്ട് ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ഡേറ്റ. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ പ്രൊസീജിയറിനാണ് അല്ലെങ്കിൽ ടാസ്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ നമ്മൾ ഡേറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമാണ്. ബട്ട് ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വി ക്യാൻ ഡിഫൈൻ ന്യൂ ഡേറ്റ ടൈപ്സ് വെരി ഈസിലി. വളരെ വേഗം നമുക്ക് പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇൻ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പ്രൊവൈഡ്സ് പ്യുവർ റിയൽ വേൾഡ് മോഡലിംഗ്. അതായത് റിയൽ വേൾഡിലുള്ള എൻറ്റിറ്റീസിനെ നമുക്ക് അതുപോലെ മോഡൽ ചെയ്യാൻ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ പ്രയാസമാണ്. But in object-oriented programming, it can implement real-world scenarios very easily. Object-oriented programming നമുക്ക് real-world scenarios അല്ലെങ്കിൽ real-world entities വളരെ ഈസി ആയിട്ട് മോഡൽ ചെയ്യാനായിട്ട് സാധിക്കും. In procedure-oriented programming, cannot hide implementation details.
പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് അതായത് കോംപ്ലക്സിറ്റീസ് ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചല്ല നമുക്കത് സാധിക്കത്തില്ല. ബട്ട് ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ വി ക്യാൻ ഹൈഡ് ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ്, നമുക്ക് ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നു. അപ്പോൾ ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് ക്ലാസ്? സ്ട്രക്ചറും ക്ലാസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതും 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്ട്രക്ചർ ഇൻക്ലൂഡ് സ്പെസിഫിക്കേഷൻ റിഗാർഡിംഗ് ഡേറ്റ. സ്ട്രക്ചറിനകത്ത് നമ്മൾ ഡേറ്റയുടെ സ്പെസിഫിക്കേഷൻ മാത്രമാണ് പറയാറ്. ഡിക്ലെയർഡ് യൂസിംഗ് ദി കീവേഡ് സ്ട്രക്ചർ. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രക്ചർ എന്നുള്ള കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്. Class includes specification regarding both the data and functions that use the data. ക്ലാസ്സിനകത്ത് എന്തിൻ്റെയൊക്കെ ഉണ്ട്? ഡേറ്റയുടെയും ഫംഗ്ഷൻസിൻ്റെയും സ്പെസിഫിക്കേഷൻ ഉണ്ട്. ക്ലാസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ക്ലാസ് എന്നുള്ള കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിക്ലെയർഡ് യൂസിംഗ് ദി കീവേഡ് ക്ലാസ്. അപ്പോൾ ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് ക്ലാസ്. സ്ട്രക്ചറും ക്ലാസും തമ്മിലുള്ള ഡിഫറൻസ്. Next question, what is polymorphism? Which are the different types of polymorphism? ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ പോളിമോർഫിസത്തെ കുറിച്ച് നമ്മൾ കണ്ട 3ാമത്തെ ചോദ്യമാണിത്. Polymorphism refers the ability of a programming language to process objects differently depending on their data types or class or number of arguments. അതായത് ഒരു ഫംഗ്ഷനെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ പല രീതിയിൽ പല ഫോമിൽ ആക്ട് ചെയ്യാനുള്ള അവയുടെ കഴിവ്, അപ്പോൾ ആ കഴിവ് ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു കോൺസെപ്റ്റ്, അതാണ് പോളിമോർഫിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 types of polymorphism, compile time polymorphism and run time polymorphism. 2 തരത്തിലുള്ള പോളിമോർഫിസം ആണ് നമ്മൾ പഠിച്ചത്. കമ്പൈൽ ടൈം പോളിമോർഫിസവും റൺ ടൈം പോളിമോർഫിസവും. അതിൽ റൺ ടൈം പോളിമോർഫിസം എന്താണ്? ദ ബൈൻഡിങ് ഓഫ് എ ഫംഗ്ഷൻ ഡെഫിനിഷൻ വിത്ത് ദി ഫംഗ്ഷൻ കോൾ ഡ്യൂറിങ് റൺ ടൈം. എക്സിക്യൂഷൻ ടൈമിലാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷനും ഫംഗ്ഷൻ കോളും എന്ത് ചെയ്യുന്നത്? ബൈൻഡ് ചെയ്യുന്നത്, അത് കണക്ട് ചെയ്യുന്നത്. ഇറ്റ് യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് പോയിന്റേഴ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ്, പോയിന്റേഴ്സ് എന്നുള്ള കോൺസെപ്റ്റുകളിലാണ് റൺ ടൈം പോളിമോർഫിസം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, കമ്പൈൽ ടൈം പോളിമോർഫിസം ബൈൻഡ് എ ഫംഗ്ഷൻ കോൾ വിത്ത് ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡ്യൂറിങ് കമ്പൈലേഷൻ ടൈം ഇറ്റ്സെൽഫ്. കമ്പൈലേഷൻ ടൈമിൽ തന്നെ ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവയെ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് നമ്മൾ പറയും. അപ്പോൾ കമ്പൈലേഷൻ ടൈമിൽ ബൈൻഡ് ചെയ്യുന്നത് കമ്പൈൽ ടൈം പോളിമോർഫിസം, എക്സിക്യൂഷൻ ടൈമിൽ ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ അത് റൺ ടൈം പോളിമോർഫിസം. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോളിമോർഫിസം. അപ്പോൾ പോളിമോർഫിസത്തെ കുറിച്ച് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും വന്നു. കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോളിമോർഫിസം. ഇത് 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ആയിട്ടുള്ള പോളിമോർഫിസം ഒന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ സ്റ്റാറ്റിക് പോളിമോർഫിസം ബൈൻഡ് എ ഫംഗ്ഷൻ കോൾ വിത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓൺലി അറ്റ് കമ്പൈൽ ടൈം. ഇപ്പോൾ സ്റ്റാറ്റിക് പോളിമോർഫിസത്തിന്റെ മറ്റൊരു പേരാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം അല്ലെങ്കിൽ എയർലി ബൈൻഡിങ്. അങ്ങനെ 2-3 പേരുകൾ നമ്മളിത് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും ബൈൻഡ് ചെയ്യുന്നത് അറ്റ് കമ്പൈലേഷൻ ടൈമിൽ. ബട്ട് ഇൻ ഡൈനാമിക് പോളിമോർഫിസം അവിടെ എന്താണ്? ബൈൻഡ് എ ഫംഗ്ഷൻ കോൾ വിത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഓൺലി അറ്റ് റൺ ടൈം. അപ്പോൾ എക്സിക്യൂഷൻ ടൈമിലാണ് ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ, ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡൈനാമിക് പോളിമോർഫിസം എന്ന് വിളിക്കും. ഇൻ സ്റ്റാറ്റിക് പോളിമോർഫിസം ഇറ്റ് ഡസ് നോട്ട് യൂസ് ദി കോൺസെപ്റ്റ് ഓഫ് പോയിന്റേഴ്സ് ആൻഡ് ഇൻഹെറിറ്റൻസ്. സ്റ്റാറ്റിക് പോളിമോർഫിസത്തിൽ നമുക്ക് ഇൻഹെറിറ്റൻസിലും പോയിന്റേഴ്സും ഒന്നും നമ്മൾ സ്റ്റാറ്റിക് പോളിമോർഫിസം ഉപയോഗിച്ച് ആ കോൺസെപ്റ്റിൽ അവിടെ ഉപയോഗിക്കുന്നില്ല. ഡൈനാമിക് പോളിമോർഫിസത്തിലാണ് നമ്മൾ പോയിന്റേഴ്സിന്റെയും ഇൻഹെറിറ്റൻസിന്റെയും കോൺസെപ്റ്റ് ഉപയോഗിച്ച് ഡൈനാമിക് പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് പോളിമോർഫിസം നോൺ ആസ് ഏർലി ബൈൻഡിങ്. ഡൈനാമിക് പോളിമോർഫിസത്തിന് വിളിക്കുന്ന പേരാണ് ലേറ്റ് ബൈൻഡിങ്. സ്റ്റാറ്റിക് പോളിമോർഫിസത്തിന്റെ മറ്റൊരു പേരാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം. ഡൈനാമിക് പോളിമോർഫിസത്തിന്റെ മറ്റൊരു പേരാണ് റൺ ടൈം പോളിമോർഫിസം. ഓക്കെ, ഇപ്പോൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോളിമോർഫിസത്തെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പാരഡിം? ഗീവ് എനി 2 അഡ്വാൻറ്റേജസ്. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പാരഡിം ക്ലബിംഗ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദാറ്റ് ഡേറ്റ ഇൻ എ സിംഗിൾ യൂണിറ്റ്.
നമുക്കറിയാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പാരഡത്തിൽ ഡേറ്റയെയും അവ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനുകളെയും ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി സച്ച് എ യൂണിറ്റ് ഈസ് കോൾഡ് ഒബ്ജക്റ്റ്. അത്തരത്തിലുള്ള യൂണിറ്റുകളെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. ഹിയർ ഗീവ് ഇമ്പോർട്ടൻസ് ടു ഡേറ്റ റാദർ ദാൻ പ്രൊസീജിയർ. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പാരഡത്തിൽ നമ്മൾ ഡേറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏതിനല്ല, പ്രൊസീജിയറിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പകരം ഡേറ്റയ്ക്കാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്ലിമെന്റ് റിയൽ ലൈഫ് സെനാരിയോസ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പാരഡത്തിൽ നമുക്ക് റിയൽ ലൈഫ് സെനാരിയോസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം അതർ മൊഡ്യൂൾസ്. ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് ക്യാൻ ഡിഫൈൻ ന്യൂ ഡേറ്റ ടൈപ്സ് ആസ് വെൽ ആസ് ന്യൂ ഓപ്പറേഷൻസ് ഫോർ ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സിന് പുതിയ ഓപ്പറേഷൻസും പുതിയ ഡേറ്റ ടൈപ്പുകളും ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. It can easily maintain and modify the existing code as new objects can be created without disturbing the existing one. അതായത് നിലവിലുള്ളതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ മോഡിഫിക്കേഷൻ വരുത്തി നമുക്ക് പുതിയ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം നിലവിലുള്ളത് അതുപോലെ നിലനിൽക്കും, അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി പുതിയ ഒബ്ജക്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A program is implemented to find the area of a circle and area of a rectangle with two functions having same name but with a different signature. ഇപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുകയാണ്. പ്രോഗ്രാമിനകത്ത് ഫംഗ്ഷന്റെ പേര് ഏരിയ എന്നുള്ളതാണ്, പക്ഷേ സിഗ്നേച്ചർ ഡിഫറെൻ്റ് ആണ്. മീൻസ് അതിന്റെ ഹെഡിങ്, ഫംഗ്ഷന്റെ ഹെഡിങ് എന്ന് പറയുന്ന ഹെഡർ എന്ന് പറയുന്ന ഡിഫറെൻ്റ് ആണ്. അങ്ങനെ എഴുതിയാണെങ്കിൽ നെയിം ദി കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിന്റെ പേരെന്താണ്, അതിനൊരു മാർക്ക്. എക്സ്പ്ലെയിൻ ദിസ് കോൺസെപ്റ്റ് ബൈ റൈറ്റിംഗ് ദി എബോവ് പ്രോഗ്രാം, അത് ആ പ്രോഗ്രാം എഴുതിയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന് 2 മാർക്കും. ഈ കോൺസെപ്റ്റിന് പറയുന്ന പേരെന്താണ്, ഒരേ കാര്യം തന്നെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമോർഫിസം അല്ലേ. ആ കോൺസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമോർഫിസം എന്ന് പറയാം, അല്ലെങ്കിൽ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയാം, കമ്പൽ ടൈം പോളിമോർഫിസം എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക് പോളിമോർഫിസം എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. രണ്ടാമത്തതിന്റെ ആൻസർ ആയിട്ടാണ് ഫ്ലോട്ട് ഏരിയ. ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ഏരിയ എന്നുള്ള ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അടുത്തത് വീണ്ടും ഒരു ഏരിയ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഫംഗ്ഷന്റെ സിഗ്നേച്ചർ ഡിഫറെന്റ് ആണ്, ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഹെഡറിൽ ഒരു ആർഗ്യുമെന്റേ ഉള്ളൂ, രണ്ടാമത്തെ ഫംഗ്ഷൻ ഹെഡറിൽ 2 ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പോൾ ഒരു ആർഗ്യുമെന്റ് ഉള്ളത് ഏരിയ ഓഫ് എ സർക്കിൾ കാണാനും 2 ആർഗ്യുമെന്റ് ഉള്ളത് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ കാണാനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫംഗ്ഷന്റെ നെയിം എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ പ്രോഗ്രാം എഴുതുകയാണ്. ഇപ്പോൾ സി ഔട്ട് ഏരിയ ഓഫ് എ സർക്കിൾ, ഏരിയ ഓഫ് 10. അപ്പോൾ ഇവിടെ ഒരു ആർഗ്യുമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏരിയ എന്നുള്ള ഫംഗ്ഷനിലേക്ക് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏത് ഫംഗ്ഷനെ വിളിക്കും, ഫസ്റ്റ് ഫംഗ്ഷനെ വിളിക്കുകയും സർക്കിളിന്റെ ഏരിയ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും അല്ലേ. ഹിയർ വി ഗെറ്റ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ ഏരിയ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുക. അതേസമയം തന്നെ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് കൊടുത്തിട്ട് ഏരിയ ഓഫ് 5,8 2 ആർഗ്യുമെന്റ് പാസ് ചെയ്തു. 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യും, രണ്ടാമത്തെ ഫംഗ്ഷനായിരിക്കും കോൾ ചെയ്യുന്നത് അല്ലേ, കാരണം ഇവിടെ 2 ആർഗ്യുമെന്റ് ആണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റെക്ടാങ്കിളിന്റെ ഏരിയ ആയിരിക്കും കിട്ടുന്നത്. ഹിയർ വി ഗെറ്റ് ദി ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, റെക്ടാങ്കിളിന്റെ ഏരിയ കിട്ടും. അപ്പോൾ ഫംഗ്ഷൻ നെയിം സെയിം തന്നെയാണ് ഏരിയ, പക്ഷേ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്തപ്പോൾ റെക്ടാങ്കിൾ ആദ്യത്തെ ഫംഗ്ഷനെ വിളിക്കുകയും സർക്കിളിന്റെ ഏരിയ കിട്ടുകയും ചെയ്തു. രണ്ടാമത് 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനെ കോൾ ചെയ്യുകയും റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് ഡിസ്പ്ലേ ആവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോളിമോർഫിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? 3 മാർക്കിന്റെ ചോദ്യമാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമുക്ക് എന്താണെന്ന് അറിയാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ക്ലബിംഗ് ഡേറ്റ ആൻഡ് ഫംഗ്ഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദാറ്റ് ഡേറ്റ ഇൻ ദി സിംഗിൾ യൂണിറ്റ്. ഒരൊറ്റ യൂണിറ്റ് ആക്കി ഡേറ്റയും ഫംഗ്ഷനുകളെയും ക്ലബ് ചെയ്യാനാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ക്ലബ് ചെയ്യുന്ന യൂണിറ്റിനെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഡേറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ്, പ്രൊസീജിയറിന് അല്ല. ഞാൻ പല പ്രാവശ്യം നമ്മളിത് പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്, ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റയ്ക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പ്രാധാന്യം ഇല്ല. ആഡിങ് ന്യൂ ഡേറ്റ എലമെന്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻ ടു ഓൾ ഓർ മെനി ഫംഗ്ഷൻസ്. അതായത് പുതിയ ഡേറ്റ എലമെന്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിലവിലുള്ളവയെ ചിലതിനോ അല്ലെങ്കിൽ എല്ലാത്തിനോ ഒക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരുന്നു. ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. പുതിയ ഡേറ്റ ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കുറച്ച് പ്രയാസമാണ്. പ്യുവർ റിയൽ വേൾഡ് മോഡലിംഗ്, റിയൽ ആയിട്ടുള്ള എൻറ്റിറ്റീസിനെ നമുക്ക് മോഡൽ ചെയ്യാനും ഇവിടെ പ്രയാസമാണ്.
അപ്പോൾ these are the disadvantages of procedure oriented programming. Next question, differentiate between data abstraction and data encapsulation. ഡേറ്റ അബ്സ്ട്രാക്ഷനും ഡേറ്റ എൻക്യാപ്സുലേഷനും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. ആൻസർ ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് പറയുകയാണ്. എന്താണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ? നമ്മൾ പഠിച്ചു. ഷോയിങ് ഓൺലി ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദി ആപ്ലിക്കേഷൻ ആൻഡ് ഹൈഡിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ്. പുറം ലോകത്തിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് മറച്ചു വയ്ക്കുകയും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുക. ഡേറ്റ അബ്സ്ട്രാക്ഷൻ സെപ്പറേറ്റ് ഇന്റർഫേസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഡേറ്റ അബ്സ്ട്രാക്ഷനിൽ ഇന്റർഫേസും ഉണ്ട്, ഇംപ്ലിമെന്റേഷനും ഉണ്ട്. ആ ഇംപ്ലിമെന്റേഷൻ ഏരിയ ആണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഇന്റർഫേസ് ആണ് പുറം ലോകത്തിലേക്ക് നമുക്ക് ഷോ ചെയ്യാൻ പറ്റുന്നത്. ഇംപ്ലിമെന്റേഷൻ ഡിനോട്ട് ഹൗ വേരിയബിൾസ് ആർ ഡിക്ലെയർഡ്, ഹൗ ഫങ്ഷൻസ് ആർ കോഡഡ് എക്സെട്ര. അതായത് എങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, എങ്ങനെ ഫങ്ഷൻസ് കോഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസിൽ പറയാറ്. ഇറ്റ് ഈസ് ത്രൂ ഇന്റർഫേസ്, ഫംഗ്ഷൻ ഹെഡർ ഓർ ഫംഗ്ഷൻ സിഗ്നേച്ചർ, അതാണ് ഇന്റർഫേസ്. കമ്മ്യൂണിക്കേഷൻ ഈസ് സെൻഡ് ടു ഒബ്ജക്റ്റ് ആസ് മെസ്സേജ്. ആ ഇന്റർഫേസ് ആണ് നമ്മൾ ഒബ്ജക്റ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. നെക്സ്റ്റ് വൺ, ഡേറ്റ എൻക്യാപ്സുലേഷൻ. But the process of binding together data and functions into a single unit is called data encapsulation. അതായത് ഡേറ്റയും ആ ഡേറ്റ പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഡേറ്റയുടെ മേൽ പ്രവർത്തിക്കുന്ന ഫംഗ്ഷനുകളും ചേർത്ത് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്ന കോൺസെപ്റ്റാണ് ഡേറ്റ എൻക്യാപ്സുലേഷൻ. C++ implements encapsulation through the declaration of class. ക്ലാസിന്റെ ഡിക്ലറേഷൻ വഴിയാണ് നമ്മൾ എൻക്യാപ്സുലേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ക്ലാസിന്റെ ഡിക്ലറേഷനുള്ളിൽ നമ്മൾ ഡേറ്റയും ഫംഗ്ഷനും സ്പെസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡേറ്റയും ഫംഗ്ഷനും പറയുമ്പോൾ അതെന്തായി ഒരു സിംഗിൾ യൂണിറ്റ് ആയി മാറും. Here keeps both data and function safe from outside interface and misuse. അതായത് ഇവിടെ നമ്മൾ ഡേറ്റയും ഫംഗ്ഷനുകളെയും ഔട്ട്സൈഡ് ഇന്റർഫറൻസിൽ നിന്നും മിസ്യൂസിൽ നിന്നും നമ്മൾ സേഫ് ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു ആശയം ഉപയോഗിക്കുന്നത് വഴി നമുക്ക് സാധിക്കും. അപ്പോൾ ഡേറ്റയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഈ ഡേറ്റ എൻക്യാപ്സുലേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷനും ഡേറ്റ എൻക്യാപ്സുലേഷനും. ഓക്കെ, ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ടീച്ചർ കുറച്ച് സ്പീഡിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ചാപ്റ്റർ 2 അതായത് കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.